ഹായ്, ഡോക്ടർ ബാലകൃഷ്ണൻ ഹിയർ. വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് IVF മാത്രമേ ഉള്ളൂ ട്രീറ്റ്മെന്റ്? വേറെ ഒരു സ്റ്റെപ്പും ഇല്ലേ? വേറെ യാതൊരു വഴിയില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും IVF അല്ല അതിന്റെ ഫൈനൽ സൊല്യൂഷൻ. വന്ധ്യത എന്ന് വെച്ചാൽ അണ്ടവും ബീജവും കണ്ടുമുട്ടി പ്രഗ്നൻസി ആവുന്നില്ല. അപ്പൊ അതിന് കാരണം നേരെ നമ്മൾ പോയി അണ്ടവും ബീജത്തിനെയും ചേർത്ത് ഭ്രൂണം ഉണ്ടായിക്കൊള്ളണം എന്നല്ല. അത് എപ്പോഴും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വെക്കുകയാണ് നല്ലത്. ഇൻഫെർട്ടിലിറ്റിക്ക് IVF എപ്പോഴും ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല. ഹയസ്റ്റ് സക്സസ് റേറ്റ് തീർച്ചയായിട്ടും IVF തന്നെയാണ്. ഇപ്പൊ നോർമൽ പ്രഗ്നൻസി റേറ്റ് ഒരു ഹസ്ബൻഡ് വൈഫും കോമണായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു മെഡിക്കേഷനും ഒരു ഹെൽപ്പും ഇല്ലാതെ ട്രൈ ചെയ്യുമ്പോൾ സാധ്യത 10%. എന്ന് വെച്ചാൽ 100 പേരിൽ 10 പേർക്കേ പോസിറ്റീവ് ആവുന്നുള്ളൂ. വേറെ വഴി പറഞ്ഞാൽ 10 പേരിൽ ഒന്ന്, 10-1, 10%. IUI എന്നുള്ള ഹയർ ഓപ്ഷൻ എന്ന് വെച്ചാൽ അണ്ടവും ബീജവും ഏറ്റവും അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ച് അവരെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധ്യത 25% ആണ്. 4 പേരിൽ ഒരാൾക്ക് കിട്ടുന്നു. IVF-ല് 2 പേർക്ക് ഒരാൾ കിട്ടുന്നു. 50-50 ചാൻസ് ആണ്. 45-50. ഇത് ഏതാണ്ട് വേൾഡ് വൈഡ് ഇതേ സ്റ്റാൻഡേർഡ് ആണ്. സെന്റേഴ്സ് തമ്മിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം, പക്ഷെ ഏകദേശം എല്ലായിടത്തും ഒരേ പെർസെന്റേജ് ആണ് കിട്ടാറ്. അപ്പൊ IVF അല്ല ഫസ്റ്റ് ഓപ്ഷൻ. എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക. നോർമലായിട്ട് കാരണം കണ്ടുപിടിക്കുക. എന്താണ് ഈ കാരണം? എന്താണ് ഈ ഇൻഫെർട്ടിലിറ്റി ആവാനായിട്ടുള്ള കാരണം? അണ്ടത്തിനാണോ, ബീജത്തിനാണോ, ഗർഭത്തിനുള്ളിൽ പ്രോബ്ലം ആണോ, അതോ വഴിയിലാണോ പ്രശ്നം, അതോ പിടിച്ചിട്ട് അമ്മയുടെ ശരീരത്തിൽ അതിനെ എതിർക്കുന്ന വല്ല കാരണമാണോ, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത വേറെ വല്ല കാരണമുണ്ടോ? ബീജത്തിന്റെയും അണ്ടത്തിന്റെയും യൂട്രസിന്റെയും ലൈനിങ്ങിന്റെയും അതിന്റെ ആരോഗ്യത്തിനെയും കുറയ്ക്കാനായിട്ടുള്ള വേറെ വല്ല കാരണങ്ങൾ ആദ്യം അതിനെ ശരിയാക്കിയിട്ട് ട്രീറ്റ് ചെയ്താൽ ചിലപ്പോൾ നോർമലായിട്ടോ അല്ലെങ്കിൽ ചെറിയ ഓവുലേഷൻ ഇൻജക്ഷൻ ടാബ്ലറ്റ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹോർമോൺ ഇൻജക്ഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ IUI എന്നുള്ള ഓപ്ഷനിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഇതിൽ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വഴികൾ നമ്മുടെ ഫെയിലായി